അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇൻഷാ അല്ലാഹ് നമുക്ക് കാക്കൊല്ല പരീക്ഷയ്ക്ക് ലിസാനുൽ ഖുർആനിൽ നിന്ന് 4 പാഠങ്ങളാണ് ഉണ്ടാവുക. 1ാം പാഠത്തിൻ്റെ റിവിഷൻ നമ്മൾ ചെയ്തതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം പാഠത്തിൻ്റെ റിവിഷനാണ്. എന്താണ് 2ാം പാഠത്തിൻ്റെ പേര്? അവ്വലു മൻ ആമന മിനൽ അത്ഫാൽ. 2ാം പാഠം വളരെ സിമ്പിളായ പാഠമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എന്താണ് പാഠത്തിൽ പറയുന്നത്? കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യമായി കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. ആരാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ അറബിയിൽ എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതൊന്നും നമുക്ക് കാര്യമായിട്ട് പഠിക്കേണ്ട ഞാൻ പറഞ്ഞുതരാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വഹാബിയുൻ ജലീലുൻ. അലി റളിയല്ലാഹു അൻഹു ആരാണ്? സ്വഹാബിയാണ്. സ്വഹാബി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതകാലത്ത് കണ്ട ആള്. ജലീലുൻ മഹാനായ സ്വഹാബിയാണ്. ഹുവ റാബിഉൽ ഖുലഫാഇർ റാഷിദീൻ. റാബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 അല്ലേ? അപ്പം 4ാമത്തത് റാബി പറഞ്ഞാൽ 4ാമത്തത്. അപ്പോൾ ഖുലഫാ ഉർ റാഷിദീങ്ങളിൽ 4ാമത്തെ ആളാണ് ആര്? അലി റളിയല്ലാഹു അൻഹു. അബൂഹു, അബു പറഞ്ഞാൽ ആരാണ്? നമുക്കറിയാലേ, അബുൻ ഉമ്മു എന്നൊക്കെ അറിയില്ല. അബു പറഞ്ഞാൽ എന്താ? ബാപ്പ. അപ്പോൾ അബൂഹു എന്ന് പറഞ്ഞാൽ എന്താ? അവരെ വാപ്പ. അത് അലി റളിയല്ലാഹുവിൻ്റെ വാപ്പ ആരാണ്? അബൂ ത്വാലിബാണ്. അതാരാണ്? അമ്മു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനാണ്. പിതൃവ്യൻ എന്ന് പറഞ്ഞാൽ നബിൻ്റെ ഉപ്പാൻ്റെ അനിയനോ ജ്യേഷ്ഠനോ. ഉമ്മുഹു ഫാത്തിമത്തു ബിന്തു അസദ് റളിയല്ലാഹു അൻഹു. ഉമ്മുഹു പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ അവരെ ഉമ്മ. ഉമ്മ പറഞ്ഞാൽ ഉമ്മന്നെ. അപ്പോൾ ഉമ്മുഹു പറഞ്ഞാൽ അവരെ ഉമ്മ ഫാത്തിമ ബിന്തു അസദ്, ഫാത്തിമ റളിയല്ലാഹു അൻഹാണ്. ഈ ഫാത്തിമ എന്നവർ ആരാണ്? അസദ് എന്നവരുടെ മകനാണ്, മോളാണ്. ബിന്ത് പറഞ്ഞ മോളാണ്. അസദ് റളിയല്ലാഹുവിൻ്റെ മോളാണ് ഫാത്തിമ എന്നവർ. സൗജത്തുഹു ഫാത്തിമത്തു സഹ്റ. അപ്പോൾ അലി റളിയല്ലാഹുവിൻ്റെ ഉമ്മാൻ്റെ പേരും ഫാത്തിമയാണ്. അലി റളിയല്ലാഹുവിൻ്റെ ഭാര്യൻ്റെ പേരും ആരാണ്? ഫാത്തിമയാണ്. സൗജത്തുഹു എന്ന് പറഞ്ഞാൽ ഭാര്യ, അവരെ ഭാര്യ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു. സഹ്റ എന്നുള്ളത് ഫാത്തിമ ബീവിൻ്റെ കൂടെയുള്ള പേരാട്ടോ. ഹിയ ബിന്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോളാണ് ആര്? ഫാത്തിമ ബീവി. അതെല്ലാവർക്കും അറിയാലേ, നബിൻ്റെ മോളാണ് ആര്? ഫാത്തിമ ബീവി. വസയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. സ്വർഗാവകാശികളിലെ സ്ത്രീകളുടെ നേതാവാണ് ആര്? ഫാത്തിമ ബീവി. വബ്നാഹുമാ, അവർ രണ്ടുപേരുടെയും മക്കളാണ് അൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. നമുക്കറിയാം ഇബ്നു നമ്മൾ പഠിച്ചു. ഇബ്നു എന്ന് പറഞ്ഞാൽ എന്താ? മോന്. ഇബ്നാനി എന്ന് പറഞ്ഞാൽ 2 മക്കൾ. അപ്പോൾ ഇബ്നാഹുമ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരുടെയും മക്കൾ അൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന. സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന. സയ്യിദ എന്ന് പറഞ്ഞാൽ നേതാവ്. 2 നേതാക്കന്മാരാണ് അവർ. ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവാണ് ആര്? ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഇനി നോക്കാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവ്വലു മൻ ആമന മിനൽ അത്ഫാൽ. കണ്ടോ? കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ച ആളാണ്. വഹു അഹദുൽ അശറത്തിൽ മുബശ്ശിരീന ബിൽ ജന്ന. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളിൽപ്പെട്ട ഒരാളാണ് ആര്? അലി റളിയല്ലാഹു. അപ്പോൾ അറബി ഭാഷയിൽ എങ്ങനെയാണ് നമുക്ക് ഒരു വാക്യം ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വഹാബിയുൻ. കണ്ടോ? എന്താ അർത്ഥം? അപ്പോൾ 5ാം ക്ലാസ്സിലെ കുട്ടികളാണ്. പുതിയ പുസ്തകം വന്നതിന് ശേഷം 4ാം ക്ലാസ്സിൽ പഠിച്ചവരാണ് നിങ്ങൾക്ക് പരീക്ഷൻ്റെ രീതിയൊക്കെ അറിയാം. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് എവിടെ നിന്നാണ്? ഈ ചോദ്യോത്തര ഭാഗം. ഓരോ പാഠത്തിൻ്റെ ചോദ്യോത്തര ഭാഗത്തിലുള്ള ഏത് രൂപത്തിൽ ചോദ്യങ്ങളാണോ വന്നിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും എന്തുണ്ടാവുക? പരീക്ഷയ്ക്കും ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നു? അർത്ഥം എഴുതാൻ വന്നോ? അതുപോലെ ഏകവചനം തന്നിട്ട് ബഹുവചനം എഴുതാൻ വന്നോ? പൂരിപ്പിക്കാൻ വന്നോ? ഇതൊക്കെ നിങ്ങൾ നന്നായി പഠിക്കണം. അപ്പോൾ നമുക്കിവിടെ നോക്കാം.
അലി റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. എങ്ങനെ പറഞ്ഞത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വഹാബി. എന്ത് ഈ അബൂ ത്വാലിബ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ സാധാരണ നമ്മളെ പേര് പറയുമ്പോൾ എന്താ പറയാ? മുഹമ്മദ് എന്ന് പറയാം അല്ലേ? എന്നാൽ അറബികളൊന്നും അങ്ങനെയല്ല പറയാം. അറബികൾ അവരെ പേര് പറയുമ്പോൾ ഇന്ന ആളെ മോൻ എന്ന് പറയും. നമ്മളാരും നമ്മളെ പേര് പറയുമ്പോൾ ബാപ്പാൻ്റെ പേര് നമ്മൾ പറയില്ല അല്ലേ? പക്ഷെ അറബിയിൽ അങ്ങനെയല്ല. അറബിയിൽ പറയുമ്പോൾ ഇപ്പം നിങ്ങളെ പേര് മുഹമ്മദ് ആണെങ്കിൽ ഉപ്പാൻ്റെ പേര് അബ്ദുള്ള ആണെങ്കിൽ അറബിയിൽ എങ്ങനെ പറയാ? മുഹമ്മദ് ബിൻ അബ്ദുള്ള, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ്. അതേപോലെയാണ് ഇവിടെ അലി ഇബ്നു അബീ ത്വാലിബ്, അബൂ ത്വാലിബിൻ്റെ മകൻ അലി. അപ്പോൾ നമുക്ക് അബൂ ത്വാലിബ് കട്ട് ചെയ്താലും ഇങ്ങനെ വരും. അങ്ങനെ അബൂ ത്വാലിബ് നമുക്ക് വേണ്ട, ഇബ്നും വേണ്ട. അപ്പോൾ ഇങ്ങനെ വരിക അലി റളിയല്ലാഹു അൻഹു സ്വഹാബിയുൻ, അലി റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അത്ര ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത സൗജത്തുഹു ഫാത്തിമത്തു സഹ്റ. സൗജത്ത് പറഞ്ഞാൽ എന്താണ്? ഭാര്യ. സൗജത്തുഹു അവരെ ഭാര്യ ഫാത്തിമ ബീവിയാണ്. ഉമ്മുഹു നമുക്കറിയാം ഉമ്മ അല്ലെ? ഉമ്മുഹു പറഞ്ഞാലോ ഓറ ഉമ്മ ഫാത്തിമ ബീവിയാണ്. ഹിയ അവര് ബിന്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവി ആരാണ്? റസൂലുള്ളാന്റെ ഭാര്യയാണ്, റസൂലുള്ളാന്റെ മോളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാൻ നോക്കാം. കണ്ടോ ഇവിടെ പൂരിപ്പിക്കാൻ വന്നുണ്ടോ? അത്തിഫ്ലു ജാലിസത്തുൻ ലദീദത്തുൻ സയ്യാറത്തുൻ. അപ്പോൾ നമുക്ക് ഇവിടെ വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞാലേ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ചില ട്രിക്കുകളുണ്ട്. നോക്കുക, ഇവിടെ അത്തിഫ്ലു കുട്ടി, പിന്നെന്താ? ജാലിസത്തുൻ ഇരിക്കുന്നവളാണ്, ലദീദുൻ ആസ്വാദ്യകരമാണ്, അസയ്യാറത്തു കാറ്, ഇങ്ങനെയുള്ളത്. ഇവിടെ എന്താ ഉള്ളത്? ജദീദത്തുൻ പുതിയതാണ്, സഗീറുൻ ചെറുതാണ്, ത്വആമ് ഭക്ഷണം, അൽ ബിന്തു മോള്. ഇനി നോക്കുക, ഇവിടെ ജാലിസത്തുന്നുണ്ട്, അസയ്യാറത്തുണ്ട് അല്ലേ? ഒരു കാര്യങ്ങൾ ഉറപ്പിച്ചോളൂ, അവസാനം താ ഉള്ള വാക്കാണെങ്കിൽ ഇതിൽ താ ഉള്ള വാക്ക് എടുക്കണം. അപ്പോൾ ഇവിടെ ഇത് താ ഉള്ള രണ്ട് വാക്കുണ്ട് അല്ലേ? അങ്ങനെ വരുമ്പോൾ തുടക്കത്തിൽ അലിഫും ലാമുള്ള വാക്ക് നോക്കുക. താ ഉള്ളതിൽ അലിഫ് ലാമുള്ള ഏതാ? ഇവിടെ ജാലിസത്തുണ്ട്, അസയ്യാറത്തുണ്ട്. ഇതിൽ ഏതാ അലിഫ് ലാമുള്ളത്? ഇതാണ്. അപ്പം ഇതാണ് ഇങ്ങോട്ട് എഴുതേണ്ടത്. മനസ്സിലായോ? അപ്പം അസയ്യാറത്തു ജദീദത്തുൻ. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? താ ഉള്ളത് ഏതാ നോക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഇനി ഇത് താ ഉള്ള ഇവിടെ ഒന്നല്ലേ ഉള്ളൂ. ഇനി ഇതിലേതാ പെണ്ണ് നോക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു പെണ്ണ് വരുന്നുണ്ടെങ്കിൽ ആ പെണ്ണിനിക്കാണ് ഇത് കൊടുക്കേണ്ടത്, താ കൊടുക്കേണ്ടത്. മനസ്സിലായില്ല? അപ്പോൾ പെണ്ണുങ്ങൾ അടയാളാണ് അവസാനം അങ്ങനത്തെ താ ഉണ്ടാവുക. ഇതിലേതാ പെണ്ണുള്ളത്? സഗീർ പെണ്ണല്ല, ത്വആമ് ഭക്ഷണം, ബിന്ത് പറഞ്ഞാൽ മോള് അല്ലെ? അപ്പോൾ ഇത് പെണ്ണാണ്. അപ്പോൾ അൽ ബിന്തു ജാലിസത്തുൻ. ഇപ്പോൾ രണ്ട് ഉത്തരം നമുക്ക് കിട്ടിയല്ലോ. അൽ ബിന്തു ജാലിസത്തുൻ, അസയ്യാറത്തു ജദീദത്തുൻ. ഇനി ചെറുതാണെന്ന് പറയും അല്ലേ? സഗീർ പറഞ്ഞാൽ ചെറുത്. അപ്പോൾ കുട്ടി ചെറുതാണ്. എങ്ങനെ പറയാ? അത്തിഫ്ലു സഗീറുൻ, അത്വഫ്ലു സഗീറുൻ. പിന്നെ അത്വആമു ലദീദുൻ, ഭക്ഷണം എന്താണ്? ടേസ്റ്റ്ഫുൾ ആണ്. ഇനി നമ്മളിവിടെ നോക്കേണ്ടത്, അപ്പോൾ ഒരു വാക്യം എങ്ങനെ ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ മലയാളത്തിൽ കുറേ പറയലുണ്ട്. മൊബൈൽ സ്വിച്ച് ഓഫ് ആയി, നമ്മൾ പറയും. കാറ് കേടായി, പിന്നെ വാപ്പ പുതിയ കാറ് വാങ്ങിച്ചു. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയും. അപ്പം അത്തരം വാക്യങ്ങൾ എങ്ങനെയാണ് അറബിയിൽ എഴുതുക എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കാം, ഇവിടെ ഇപ്പോൾ ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. എന്താ? അൽ ബുസ്താനു ജമീലുൻ, പൂന്തോട്ടം ഭംഗിയുള്ളതാണ്. അറബി തന്നിട്ട് മലയാളം എഴുതാനോ, മലയാളം തന്നിട്ട് അറബി എഴുതാനോ, രണ്ടാമതൊന്നും പരീക്ഷയ്ക്ക് വരുത്, ഉറപ്പാണ്. അൽ ബുസ്താനു ജമീലുൻ. അൽ ബുസ്താനു ജമീലു എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? പൂന്തോട്ടം ഭംഗിയുള്ളതാണ്. അൽ കിതാബു ജദീദുൻ, എന്താണ്? പുസ്തകം പുതിയതാണ്. അതേപോലെ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു അസയ്യാറത്തു ജദീദത്തുൻ, എന്താണ്? കാറ് പുതിയതാണ്. അപ്പോൾ ജദീദുൻ എന്ന വാക്ക് നമ്മളിവിടെ പഠിച്ചു, എന്താണ്? പുതിയത്. പിന്നെ ജമീൽ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത്. ഇനി നോക്കുക, ഇതെന്തായാലും വരും. നമുക്ക് 4ാം ക്ലാസ്സിന് നമുക്ക് ഓർമ്മ ഉണ്ട്, എന്ത്? ഏകവചനം തന്നിട്ട് ബഹുവചനം എഴുതാനുള്ളൊരു ചോദ്യം. അപ്പോൾ ഖലീഫത്തുൻ ഖുലഫാ, തിഫ്ലുൻ അത്തുഫാൽ. ഖലീഫത്തുൻ ആണ് പ്രതിനിധി, ഖുലഫാ പ്രതിനിധികൾ, തിഫ്ല് കുട്ടി, അത്തുഫാൽ കുട്ടികൾ. നമ്മളപ്പുറം നോക്കാം. എന്താണ്? താഴെയുള്ള ആയത്തുകൾ ഓതിയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക? ഇസ്മിയായ ജുംല കണ്ടെത്തുകയും അതിന് താഴെ വരടാനും പറയണം, അടിവരടാനും. വദക്കറസ്മ റബ്ബിഹി ഫസല്ല ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ.
അപ്പോൾ ഇതിൽ ഇസ്മിയായ ജുംല എവിടെയെന്ന് ചോദിച്ചാൽ ഇതിൽ ഫിഅലല്ലാത്തതാണ് ഇസ്മിയായ ജുംല. ഇവിടെ ദക്കറ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഫെയിലാണ്. അതെങ്ങനെ മനസ്സിലായി? നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഫഅല, കതബ, നസറ, അതേ ഫോർമാറ്റ്. അതായത് 3 അക്ഷരത്തിനും ഫതഹാണ്. കണ്ടോ? അപ്പോൾ ഇത് ഫെയിലാണെന്ന് അപ്പം തന്നെ മനസ്സിലാക്കാം. ഇസ്മ റബ്ബിഹി ഫസല്ല. അപ്പോൾ ഇത് റബ്ബിൻ്റെ പേര്, അള്ളാഹുവിൻ്റെ പേര് ഫസല്ല, അങ്ങനെ നിസ്കരിച്ചു. അപ്പോൾ ഇസ്മ റബ്ബിഹി എന്നുള്ളത് എന്താണ്? ഇസ്മ റബ്ബിഹി എന്നുള്ളത് അതൊരു ഇസ്മാണ്, പക്ഷേ അതൊരു ജുംല ആയിട്ടില്ല, ഇസ്മിയായ ഒരു ജുംല ആയിട്ടില്ല. ബൽ തുസിറൂനൽ ഹയാത്ത ദുനിയ. ഇവിടെ ബൽ എന്നാണ്. ഇതെന്തായാലും ഇസ്മ അല്ല എന്ന് മനസ്സിലാണ്ട് നമുക്ക്, ഹർഫാണ്, രാഗ 2 അക്ഷരമേ ഉള്ളൂ അല്ലേ. പിന്നെ തുസിറൂന, ഇതെങ്ങനെയുണ്ട്? ഇസ്മാണ് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? അല്ല, ഇസ്മല്ല അല്ലേ. കാരണം എന്താ? നമ്മൾ ഫിഅലിൽ പഠിച്ചിരുന്നു യഫ് അലൂന, തഫ് അലൂന, തുഫ് അലൂന. കണ്ടോ? അപ്പോൾ തുസിറൂന, കണ്ട. അപ്പോൾ ആ ഫോർമാറ്റിലാണ് ഇതുള്ളത്. യഫ് അലൂന, തഫ് അലൂന, യഫ് അലാനി, യഫ് അലൂന, തഫ് അലൂന എന്നൊക്കെ പറഞ്ഞില്ലേ? അതിൽ പെട്ട. അപ്പോൾ ഇതും പറ്റൂല, ഇതിലും എന്തില്ല? ഇസ്മിയാ ജുംലല്ല. വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. ആഖിറത്ത് എന്താണ്? പരലോകം ഖൈറാണ്, ഏറ്റവും നല്ലതാണ്. വബഖ എന്നത് നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഏതാണ് ഇതിൽ ഇസ്മിയായ ജുംല? ഇതാണ് ഇസ്മിയായ ജുംല. മനസ്സിലായല്ലോ? ഇനി ഇത് കോപ്പി ചെയ്താനാണ്. പിന്നെ ഇവിടെ അർത്ഥം കൊടുത്തിട്ടുണ്ട്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉണ്ട്. അമ്മ് പിതൃവ്യൻ എങ്ങനെ എഴുതുന്ന നോക്കുക. സയ്യിദത്ത് സയ്യിദത്ത് നേതാവ്, ഷബാബ് യുവാക്കൾ, തിഫ്ല് കുട്ടി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പാഠത്തുനിന്ന് നമുക്ക് ചില വാക്കുകൾ എന്ത് ചെയ്യാം? പാഠത്തിൽ ഏതെങ്കിലും ഒരു വാക്ക് തന്നിട്ട് അത് പരിഭാഷ എഴുതാൻ, അതിൻ്റെ മലയാളം എഴുതാൻ വരാൻ സാധ്യത ഉണ്ട്. ഒന്ന് നമ്മൾ പഠിക്കേണ്ടത് ഇതിൻ്റെ ഹെഡിങ് തന്നെയാണ്. ഹെഡിങ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ എന്നാലും ഒരു സാധ്യത ഉണ്ട്. അവ്വലു മൻ ആമന മിനൽ അത്ഫാൽ, കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചവർ എന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ വേറൊന്ന് വരാനുള്ളതാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വഹാബിയുൻ. ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു സെൻറ്റൻസ് തന്നിട്ട് ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ മലയാളം നിങ്ങൾക്ക് പുസ്തകത്തിൽ തരും, അറബി എഴുതാൻ. എന്താ അതിൻ്റെ അർത്ഥം? അലി റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. പിന്നെ ഇവിടെ വരാനുള്ള സാധ്യത വഹുവ അഹദുൽ അഷറത്തിൽ മുബശ്ശരീന ബിൽ ജന്ന വരാൻ സാധ്യതയില്ല. പിന്നെ ഇതെന്തായാലും നോട്ട് ചെയ്യുക. അൽ ബുസ്താൻ ജമീലുൻ അൽ കിതാബു ജദീദുൻ. അത് നമ്മുടെ ചോദ്യോത്തര സെഷനിൽ വന്നതാണ്. നിർബന്ധമായി നല്ല പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. അപ്പോൾ പിന്നെ ഒരു സെൻറ്റൻസ്, അറബിയിലെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ആദ്യം ഇസ്മാണ് വരിക. ഇപ്പോൾ ഉദാഹരണം കണ്ടോ, അൽ ബുസ്താനു ഒരു പേരാണ്, അൽ കിതാബു കിതാബ്. അപ്പോൾ ഒരു പേരാണ് ആദ്യം വരിക, അതാദ്യം മനസ്സിലാക്കുക. പേരാണ് ആദ്യം വരിക. ആളെ പേരോ അല്ലെങ്കിൽ സാധനത്തിൻ്റെ പേരോ വ്യക്തിൻ്റെ പേരോ ആയിരിക്കും വരിക. അങ്ങനെയാണ് എന്തുണ്ടാക്കുക? ഒരു സെൻറ്റൻസ്, ഒരു വാക്യം എന്ത് ചെയ്യുക? നമ്മൾ അറബിയിലുണ്ടാകും. ഇനി ഇവിടെ നോക്കുക, അലി റളിയല്ലാഹു അൻഹു കണ്ടോ, പേരാണ്. സൗജത്ത് ഭാര്യ, പേര്. ഉമ്മ ഉമ്മ്, പിന്നെ ഉമ്മു പറഞ്ഞ ഉമ്മ, പിന്നെ ഹിയ അവർ. അപ്പോൾ അവിടെയും എന്താണ്? അവിടെ ലമീറാണ്. ബാക്കിയുള്ളിടത്തൊക്കെ എന്താണ്? ആളെ പേരാണ്. അപ്പോൾ ആളെ പേരോ അല്ലെങ്കിൽ പിന്നെ സ്ഥാപനത്തിൻ്റെ പേരോ അല്ലെങ്കിൽ വസ്തുവിൻ്റെ പേരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പേരാണ് എന്തിനുണ്ടാവുക? ഒരു അറബിയിലുള്ള ഒരു സെൻറ്റൻസിന് ഉണ്ടാവുക. വേറെയും സെൻറ്റൻസ് ഉണ്ട്, അതിപ്പോൾ നമ്മൾ പഠിക്കണില്ല. ഇപ്പോൾ നമ്മൾ ഇസ്മിയായ സെൻറ്റൻസാണ് പഠിക്കണം. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് പാഠം എല്ലാവർക്കും സിമ്പിൾ ആവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.